PSC മെമ്പർമാരുടെ തന്നെ യോഗ്യത അടിസ്ഥാന യോഗ്യതയായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അതിപ്പോ നമ്മുടെ രാഷ്ട്രീയത്തില്, അതായത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ളവരുടെയും അടിസ്ഥാന യോഗ്യത ഇത്രയായിരിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ പോസ്റ്റുകളൊക്കെ ഫില്ല് ചെയ്യാം എന്ന് തന്നെ അർത്ഥം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത്? അവർക്ക് 62 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വർഷം, ഇതാണ് അവർക്ക് ഈ PSC മെമ്പറായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്ന മാനദണ്ഡം. അത് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുക? ശമ്പളം, പെൻഷൻ, 1ാം ക്ലാസ് യാത്രാപ്പടി, അതുപോലെ തന്നെ ഒരു PA ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഡെഫേദാർ ഉണ്ടായിരിക്കും, ഡ്രൈവർ ഉണ്ടായിരിക്കും. അത് മാത്രവുമല്ല, ആശ്രിതർ അടക്കം ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നു. എല്ലാത്തരം ചികിത്സയ്ക്കും പണം കൊടുക്കുന്നു. അതുപോലെ ചെയർമാന് കാറും കിട്ടും, വീടും കിട്ടും, അതുപോലെ നല്ല പെൻഷനും കിട്ടും. അപ്പൊ ആ പെൻഷനും ഇതിനകത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ശമ്പളം. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ശമ്പളമായിട്ടും പെൻഷനായിട്ടും PSC മെമ്പേഴ്സിന് കൊടുക്കുന്നത്, അവർ ചോദിച്ചത് എത്രയാണ്, അവർക്ക് കൊടുത്തത് എത്രയാണ് എന്ന് നോക്കാം. ചെയർമാൻ ആവശ്യപ്പെട്ടത് 4 ലക്ഷമാണ്. അതായത് ജുഡീഷ്യൽ മെമ്പേഴ്സിന്റെ അവരുടെ ഏറ്റവും ക്രീം പീരീഡിലെ ശമ്പളം, ആ ശമ്പളത്തിന് അനുസൃതമായി 4 ലക്ഷമായിരിക്കണം തൻ്റെ ശമ്പളം എന്നാണ് ചെയർമാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ ശമ്പളം എത്രയാണ്? 2,24,000 രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം. എന്നിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് പുതുക്കിയ ശമ്പളം എത്രയാണ്? ചോദിച്ചത് 4 ലക്ഷമാണ്, പക്ഷെ പുതുക്കി കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് 3.87 ലക്ഷം. അതായത് 3,87,000. അവർ ചോദിച്ചത് 4 ലക്ഷം, 3,87,000 ഗവൺമെന്റ് നിജപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ മറ്റ് മെമ്പർമാർ, ചെയർമാൻ്റെതാണ് ഇപ്പോൾ പറഞ്ഞത്, ചോദിച്ചത് 4 ലക്ഷം, ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത് 3,87,000 ആയിട്ട്. ഇനി അതുപോലെ തന്നെ അംഗങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് 2,19,000 രൂപ. അവർ ചോദിച്ചത് 3.25 ലക്ഷം രൂപ, അതായത് 3,75,000. ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 3,80,000. അതായത് അവർ 3.25 ലക്ഷമാണ് ചോദിച്ചതെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂട്ടി പുതിയ നിരക്ക് 3,80,000 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കരുതലോട് കൂടിയാണ് ഈ പാവങ്ങളെ നമ്മുടെ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. 2.5 ലക്ഷവും 2.25 ലക്ഷവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നവരെ 3.25 ലക്ഷത്തിലേക്കും ഒക്കെ ഉയർത്തുന്നു. അതാണ് ചേർത്ത് പിടിക്കലിന്റെ ഒരു കഥ നാം ഇവിടെ വായിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഓർത്തു പോകുന്നത്, ഇതൊക്കെ കേട്ടാൽ തോമസ് പിക്കറ്റി എന്തു പറയും? തോമസ് പിക്കറ്റി എന്തോ പറയട്ടെ, ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ചെകിട്ടത്തേൽക്കുന്ന അടിയല്ലേ ഈ തരത്തിലുള്ള ശമ്പള വർധന ഒരു വശത്ത് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ധനപ്രതിസന്ധി ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ധനസ്ഥിതി എന്താണ് എന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം. അതിനു മുമ്പ്, ആ ധനസ്ഥിതിയിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ ചെയർമാന് പെൻഷൻ ആവുമ്പോൾ എത്രയാണ് കിട്ടാൻ പോകുന്നത്? ചെയർമാൻ പെൻഷൻ ആവുമ്പോൾ 2.5 ലക്ഷമാണ് കിട്ടാൻ പോകുന്നത്. അംഗങ്ങൾക്ക് 2.25 ലക്ഷവും പോരെ. ജീവിതം എത്ര സുന്ദരമായി തീർന്നിരിക്കുന്നു അവരെ സംബന്ധിച്ച്. അതേ സമയത്ത് ഈ ആശാ വർക്കർമാരും അതുപോലെ തന്നെ നമുക്കറിയാം, മരുന്ന് മേടിക്കാനും ഒക്കെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, ക്ഷേമ പെൻഷൻ കിട്ടുന്നവർ, ആ 1,600 രൂപ കൊണ്ടാണ് അവര് എല്ലാ തരം ചികിത്സകളും. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് പറയും, UDFന്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. UDFന്റെ കാലം എന്ന് പറയുന്നത് എന്നാണ്? 2012 മുതൽ 16 വരെയുള്ള. അത് കഴിഞ്ഞിട്ട് വർഷം 8 കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ വിലക്കയറ്റ നിലവാരം എത്രയാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി റീപ്പോ റേറ്റ് 4 വർഷത്തിനിടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു 0.25% കുറച്ചത്. എന്തുകൊണ്ടാണ് റീപ്പോ റേറ്റ് കുറയ്ക്കാതിരുന്നത്? വിലക്കയറ്റം നിയന്ത്രണാതീതമായതുകൊണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ, ഓൾ ഇന്ത്യ തലത്തിലെ വിലക്കയറ്റം പോലെയല്ല, കേരളത്തിൽ സർവത്ര സാധനങ്ങൾക്കും അതീവ ഗൗരവതരമായ വിലക്കയറ്റമാണ്. അപ്പം ആ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലെ. അപ്പൊ അങ്ങനെ ഈ വിലക്കയറ്റത്തിന്റെ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ധനികരല്ല. ധനികർക്ക് എത്ര വിലയായാലും അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്ത് തന്നെയും വാങ്ങാൻ ഒരു പ്രശ്നവുമില്ല. അവരുടെ വരുമാനത്തിന്റെ വളരെ ചെറിയ ഒരു ഇൻഫിനിറ്റെസിമലി സ്മോൾ പോർഷൻ മാത്രമാണ് അവരുടെ അനുദിന ജീവിത
ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി മുഴുവനും അവർ ലക്ഷറിയസ് കൺസംഷന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാകാം. ബാക്കി മുഴുവനും അവർ മറ്റു കോട്ട കൊത്തളങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നികുതി പോലും കൊടുക്കാതെ, അതായത് ഇൻകം ടാക്സ് പോലും വെട്ടിച്ച് സൂക്ഷിക്കുന്നവരുണ്ട്, അതിനുള്ള മാർഗങ്ങൾ ആരായുന്നവരുണ്ട്. അതേസമയത്ത് ഈ പാവങ്ങൾ മരുന്ന് മേടിക്കാനോ മന്ത്രം മേടിക്കാനോ ഒന്നിനും നിവൃത്തിയില്ലാതെ ഉടലുന്ന ഈ പാവങ്ങൾക്ക് വർധനവ് കൊടുക്കുന്നതിന് പകരമാണ് ഇത്ര കണ്ട വലിയ വർധനവ് ഈ വലിയ ശമ്പളം പറ്റുന്ന വലിയ സൗകര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന PSC മെമ്പേഴ്സിനും മറ്റതുപോലെയുള്ളവർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പെൻഷനും ശമ്പളവും ഒക്കെ പറ്റി ജീവിക്കുന്ന അവരുടെ ശമ്പളത്തിലും പെൻഷനിലും ഒക്കെ ഇതുപോലൊരു വർധനവ് വരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ധനസ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ആവർത്തനം അടിച്ചുറപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ്, അതായത് ഈ ധനപ്രതിസന്ധിയെപ്പറ്റി നാം ആരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. കേരളത്തിലെ ഓരോ പൗരനും ധനപ്രതിസന്ധിയെപ്പറ്റി കൃത്യമായിട്ട് അറിയണം. എന്നിട്ട് വേണം ഗവൺമെന്റിന്റെ ചെലവുകളെ ഒന്ന് കണക്കുകൂട്ടി തിട്ടപ്പെടുത്താൻ, അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ. എത്ര ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ മുറയ്ക്ക് നടക്കും. അതിൻ്റെ ഈ ധനപ്രതിസന്ധിയുടെ തിക്താനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് ആരാണ്? സാധാരണ മനുഷ്യർ. ഈ എന്താ പറയുക, ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർ, മറ്റതുപോലെയുള്ള പെൻഷൻ കുടിശ്ശിക കിട്ടേണ്ടവർ, ശമ്പള കുടിശ്ശിക കിട്ടേണ്ടവർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ഈ ധനപ്രതിസന്ധിയുടെ രൂക്ഷത അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതുപോലെ ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം. അതായത് ഒന്നാമത് കഴിഞ്ഞ ബജറ്റ് എന്താ, നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് കേരളം ഒരു ടേക്ക് ഓഫിലാണ്. അതായത് കേരളം ധനപ്രതിസന്ധിയൊക്കെ അതിജീവിച്ചു. കേട്ടപ്പോൾ അത്ഭുതം തോന്നി. എന്താ ഇദ്ദേഹം ഈ പറയുന്നത് എന്നോർത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര ഗവൺമെന്റിനോട് കേന്ദ്ര ബജറ്റിൽ എന്തായിരുന്നു ചോദിച്ചു? 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ്. ഞങ്ങൾക്ക് ധനപ്രതിസന്ധിയാണ്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു. കമാന്നൊരക്ഷരം ധനമന്ത്രി അതേപ്പറ്റി മിണ്ടിയില്ല. അതായത് നിർമ്മല സീതാരാമൻ അതേപ്പറ്റി മിണ്ടിയില്ല, ഒന്നും പ്രത്യേകമായിട്ട് കൊടുത്തതുമില്ല. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കേരളം ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ധനമന്ത്രി പറയുന്നത് ഇതൊരു ടേക്ക് ഓഫ് പീരീഡ് ആണ്, അല്ലെങ്കിൽ ധനപ്രതിസന്ധി അതിജീവിച്ചിരിക്കുന്നു. എങ്ങനെ അതിജീവിച്ചു എന്നാണ് പറയുന്നത്? തലേ ദിവസത്തെ കേന്ദ്ര ബജറ്റിൽ ഒന്നും കിട്ടിയില്ല, ഗവൺമെന്റ് നമ്മളെ കേരളത്തെ തഴയുന്നു, കേരളത്തെ ധനപ്രതിസന്ധിയിലേക്ക് ഉരുട്ടിയിടുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞവർ അല്ലെങ്കിൽ അട്ടഹസിച്ചവരാണ് പിറ്റേ ദിവസം ബജറ്റുമായി വന്നപ്പോൾ പറയുന്നത് എന്താണ് പറയുന്നത്? ഞങ്ങൾ ടേക്ക് ഓഫിലാണ്, അഥവാ ഇവിടെ ധനപ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്തിരിക്കുന്നു, അതിജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബജറ്റിന്റെ ഉള്ളറകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിനെ പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ജനുവരിക്ക് മുമ്പ് തന്നെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ പറഞ്ഞു, ബജറ്റിൽ പറഞ്ഞത്, അതായത് 2024-25 ബജറ്റിൽ, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരുന്ന പദ്ധതി ചെലവിന്റെ 50% വെട്ടിക്കുറയ്ക്കുന്നു. ഡിസംബർ ആയപ്പോഴേക്കും പറഞ്ഞു വീണ്ടും 10% വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പൊ എത്ര ശതമാനം വെട്ടിക്കുറച്ചു? 60%. ആദ്യം 50%, പിന്നെ 10, അങ്ങനെ 60% വെട്ടിക്കുറച്ചു. ബാക്കി 40% ചെലവഴിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ചെലവഴിച്ചു എന്ന് ഇവർ പറയുന്ന 40% പോലും എവിടെ പോയി എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വകമാറ്റി ചെലവഴിക്കലാണ് കേരളത്തിൽ കൂടുതലും നടക്കുന്നത്. ഓരോ പദ്ധതിക്ക് ഒരു എമൗണ്ട് പറയും, പക്ഷെ അത് കൊടുക്കാതെ, പദ്ധതിക്ക് കൊടുക്കാതെ അവിടെ നിന്ന് വകമാറ്റും. അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ബജറ്റ് ഇയറിൽ അല്ലെങ്കിൽ ധനവർഷത്തിൽ 40% എന്ന് ഗവൺമെന്റ് പറയുന്നു. അത്ര പോലും ചെലവഴിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. വികസന ആവശ്യങ്ങൾക്ക്, അതായത് പദ്ധതി ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് 40% മാത്രമാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിരിക്കുന്നു, ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ധനമന്ത്രി പറയുമ്പോൾ മലയാളികളെ പറ്റി എന്ത് പുച്ഛമാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അല്ലെങ്കിൽ നമ്മളെ ഇത്രയും പറഞ്ഞ് വിഡ്ഢികളാക്കാൻ പറ്റുമോ? അത് പൂർണ്ണമായും നാം വിശ്വസിക്കുന്നു എന്ന് അവർ വിശ്വസിച്ച് വശാകുന്നതാണ് വലിയ ക്രൂരമായ ഒരു വിനോദം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കാര്യം. ഇനി ഈ പ്രാവശ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? സർക്കാർ ജീവനക്കാരുടെ 21% ക്ഷേമബത്ത കൊടുക്കാനുണ്ട്.
അതിലെ 3% ഈ ബജറ്റിൽ 21% കുടിശ്ശിക കിടക്കുമ്പോഴാണ് 3% ഈ പിന്നെ താമസിയാതെ കൊടുക്കുമെന്നൊരു വാഗ്ദാനം ഇതുവരെ പാലിച്ചിട്ടില്ല. പക്ഷെ അത്രയുമാണ് 3. എങ്കിലും പിന്നെയും കിടക്കുക കുടിശ്ശിക 18%. അവിടെ തീരുന്നില്ല. അതിനുശേഷം, അതായത് ശമ്പള പരിഷ്കരണത്തിന് ശേഷം പിന്നെ അനുവദിച്ച 2 ഗഡു DA ഇപ്പോഴും കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അതുകൊണ്ടും തീരുന്നില്ല. ക്ഷേമ പെൻഷൻ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കിടക്കുന്നു. 41ഓളം ക്ഷേമ ബോർഡുകളുണ്ട്. ആ ക്ഷേമ ബോർഡുകളിലെ മെമ്പേഴ്സൊക്കെ അവരുടെ വിഹിതം ഓരോ മാസവും ആ ബോർഡിലേക്ക് അടയ്ക്കുന്നതാണ്. പക്ഷേ പെൻഷന്റെ കാലമായപ്പോഴേക്കും ആ ക്ഷേമ പെൻഷനും ഇപ്പം മുടങ്ങിക്കിടക്കുന്നു. അപ്പൊ ഈ പാവപ്പെട്ടവരൊക്കെ എങ്ങനെ അവരുടെ മരുന്നും മന്ത്രവും ഒക്കെ വാങ്ങുമെന്ന് ഈ സർക്കാർ എന്താ ആലോചിക്കാത്ത? അത്തരക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഈ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ആൾക്കാർക്ക് തന്നെ, PSC മെമ്പേഴ്സ് പോലെയുള്ളവർക്ക് തന്നെ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഏത് കാരണം, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കൊടുത്തു എന്ന് പറയുന്നതോ ഒന്നും ഇവിടെ അതിൻ്റെ ഒരു യുക്തിയാകുന്നില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ധനസ്ഥിതി, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ധനപ്രതിസന്ധി ഇല്ല. ഫോർ എക്സാമ്പിൾ, തെക്കേ ഇന്ത്യയിലെ മറ്റു ഒറ്റ സംസ്ഥാനത്തിലും ഒരു ധനപ്രതിസന്ധിയും ഇല്ല. നമുക്ക് തെക്കേ ഇന്ത്യയിൽ, നമുക്ക് കേരളത്തിന് മാത്രമാണ് ദീർഘകാലമായിട്ട് ഈ ധനപ്രതിസന്ധി ഇങ്ങനെ തുടർന്നു പോകുന്നത്. അപ്പൊ അവർക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അവർക്ക് ക്ഷേമ പെൻഷനും എല്ലാം കൊടുക്കാം. അത് മാത്രമാണോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ 41 ക്ഷേമ ബോർഡുകൾ? ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി തുടങ്ങുന്നതാണ് ഈ ഓരോ ക്ഷേമ ബോർഡുകളും. കേന്ദ്ര ഗവൺമെന്റ് അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കേരളത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ 41 ക്ഷേമ ബോർഡുകൾ? ഒറ്റ ക്ഷേമ ബോർഡിന്റെ കീഴിൽ നടത്താവുന്നതല്ലേ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും അതിന്റെ പേയ്മെന്റ്സും എല്ലാം? കാരണം ഒരു ഗവൺമെന്റ് ആണല്ലോ ഈ 3,57,00,000 ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നോക്കുന്നത്. കേരള ഗവൺമെന്റ് ആണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ. അപ്പോൾ പിന്നെ ഈ ഗവൺമെന്റിന്റെ പോലെ തന്നെ ഒരൊറ്റ ക്ഷേമ ബോർഡ്. അപ്പൊ എങ്ങനെയാ 41 ചെയർമാൻമാരുണ്ടാവുക, 41 കാറുകൾ വേണ്ടി വരിക, 41 ഓഫീസുകൾ ഉണ്ടാവുക, ആ 41 ഓഫീസുകളിലും ഒരുപിടി സ്റ്റാഫ് ഉണ്ടാവുക? ഇവരെയൊക്കെ തിരികെ കയറ്റുന്നതാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഇവരാരും PSC വഴി വരുന്നവരല്ല. അപ്പൊ ഈ തിരികെ കയറ്റൽ രാഷ്ട്രീയം, ആ തിരികെ കയറ്റൽ രാഷ്ട്രീയമാണ് ഇവരുടെ ചേർത്ത് പിടിക്കൽ രാഷ്ട്രീയം. ഇവരുടെ എന്ന് പറയുമ്പോൾ LDFന്റെ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, UDFന്റെ കാലത്തും ഇതൊക്കെ നടക്കാറുണ്ട്. അതാണല്ലോ തുടർന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇത്രയധികം വലിയ ഉയർന്ന ശമ്പള പരിഷ്കരണം നടത്തുന്നത്. ഇത്ര വലിയ രൂക്ഷമായ ധനപ്രതിസന്ധി നിലവിലിരിക്കെ